എന്ത് മതം, ആരുടെ മതം, എവിടെയുള്ള മതം? അമ്മ പറഞ്ഞു രജിസ്റ്റർ ഓഫീസൊക്കെ ഇരിക്കട്ടെ, അവളുടെ കഴുത്തിലൊരു താലി കെട്ടണം, സ്വർണത്തിന്റെ താലി കെട്ടണം. ഞാൻ പറഞ്ഞു സ്വർണത്തിന്റെ താലി കെട്ടാൻ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നടക്കില്ല, അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരുപാട് വാശി പിടിച്ചു. ഞാൻ മമ്മൂട്ടിയുടെ അടുത്ത് പോയി, രാത്രിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാളെ എന്റെ കല്യാണമാണ്, രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ആരെയും ക്ഷണിക്കുന്നൊന്നുമില്ല, എനിക്കൊരു 2000 രൂപ വേണം, ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2000 രൂപ അദ്ദേഹം തന്നു. ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപ, മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ സ്വർണ്ണത്താലി. എന്തു മതം, ആരുടെ മതം, എവിടെയുള്ള മതം? ഇങ്ങനൊരു വീഡിയോ നിങ്ങളെ കാണിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുതായിരുന്നു. പക്ഷെ നമ്മൾ വിശ്വസിച്ചാലോ ഇല്ലെങ്കിലും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ഏതെങ്കിലും ഒരു മതസ്ഥര് പ്രശ്നക്കാരായതുകൊണ്ടല്ല, മറിച്ച് ഇവിടെയുള്ള ഇതര മതസ്ഥരെ തമ്മിലടിപ്പിക്കുന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് അധികാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് ഇവിടെയുള്ള മത തീവ്രത. എവിടെയാണെങ്കിലും പ്രശ്നം ഒരിക്കലും മതമല്ല, മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന ആളുകളാണ്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം.